രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. എംഎൽഎമാരുടെ മരണം, രാജി തുടങ്ങിയ കാരണങ്ങളാലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും നിർണായകം പശ്ചിമ ബംഗാളാണ്. ഇവിടെ റായ്ഗഞ്ച്, രണഘട്ട്, ദക്ഷിണ, ബാഗ്ദ, മണിക്തല എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ മണിക്നമല തൃണമൂൽ കോൺഗ്രസിന്റെയും മറ്റു 3 മണ്ഡലങ്ങൾ ബിജെപിയുടെയും സിറ്റിംഗ് സീറ്റുകളാണ്. ബിജെപി എംഎൽഎമാർ രാജിവെച്ച് തൃണമൂലിൽ ചേർന്നതോടെയാണ് ഇവിടെ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് കൂറ്റൻ വിജയമായിരുന്നു സ്വന്തമാക്കിയത്. 18 സീറ്റുണ്ടായിരുന്ന ബിജെപിക്ക് 6 സീറ്റുകൾ നഷ്ടമായി. വെറും 12 സീറ്റിലായിരുന്നു വിജയം. അതുകൊണ്ട് തന്നെ ഉപതിരഞ്ഞെടുപ്പ് ബിജെപിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ 3 സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. സ്വതന്ത്ര എംഎൽഎമാരുടെ മണ്ഡലമായ ഡെഹ്റ, ഹാമിപൂർ, നലഗഡ് എന്നിവിടങ്ങളിലാണ് മത്സരം നടന്നത്. നേരത്തെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചവരായിരുന്നു ഇവിടുത്തെ എംഎൽഎമാർ. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ ബിജെപിയെ പിന്തുണച്ചു, പിന്നീട് രാജിവെക്കുകയും ചെയ്തു. ഇവർ തന്നെയാണ് ഉപതിരഞ്ഞെടുപ്പിലും ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ. ഉപതിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ബിജെപിയുടെ അവകാശവാദം. എന്നാൽ 38 എംഎൽഎമാരുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് സുരക്ഷിത സാഹചര്യമാണെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. ബിജെപി ഭരണത്തിലിരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ബദ്രിനാഥ്, മംഗളൂർ സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബദ്രിനാഥിൽ കോൺഗ്രസ് എംഎൽഎ രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് ബിജെപിയിലേക്ക് ചേക്കേറിയതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മംഗളൂരിൽ ബിഎസ്പി എംഎൽഎ സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ബിജെപിക്ക് ഇതുവരെ ജയിക്കാൻ സാധിക്കാതിരുന്ന മണ്ഡലങ്ങളാണ് മംഗളൂർ. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗാസി നിസാമുദ്ദീനെയാണ് കോൺഗ്രസ് ഇവിടെ മത്സരിപ്പിച്ചത്. തമിഴ്നാട്ടിൽ വിക്രവണ്ടി സീറ്റിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഡിഎംകെയുടെ സിറ്റിംഗ് എംഎൽഎ എൻ പുഗസിന്റെയുടെ മരണത്തെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ്. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നത്. ഡിഎംകെയും എൻഡിഎയുടെ ഘടകകക്ഷിയായ അൻപുമണി രാംദാസിന്റെ പിഎംകെയും എൻടികെയും തമ്മിലാണ് പോരാട്ടം. അന്യൂർ ശിവയാണ് ഡിഎംകെ സ്ഥാനാർത്ഥി. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തം ചർച്ചയായ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡിഎംകെ തിരിച്ചടി നേരിടുമെന്നാണ് എതിരാളികളുടെ അവകാശവാദം. ബീഹാറിൽ റുപൌലിയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ജെഡിയുവിന്റെ സിറ്റിംഗ് സീറ്റാണിത്. ജെഡിയു എംഎൽഎ ആയിരുന്ന ബിമ ഭാരതി ആർജെഡിയിലേക്ക് പോയതോടെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. ബിമ തന്നെയാണ് ആർജെഡിക്ക് വേണ്ടി മത്സരിച്ചതും. കലാധർ മണ്ഡലാണ് ഇവിടെ നിന്നുള്ള ജെഡിയു സ്ഥാനാർത്ഥി. മധ്യപ്രദേശിൽ അമർവാര സീറ്റിലാണ് ഉപതിരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണിത്. കോൺഗ്രസ് എംഎൽഎ ആയിരുന്ന കമലേഷ് ബിജെപിയിലേക്ക് ചേക്കേറിയതോടെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന്റെ ധീരൻ ഷാ ഇൻവതിയാണ് കമലേഷിനെ നേരിട്ടത്. പഞ്ചാബിൽ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. എഎപി എംഎൽഎ ശീതൽ അംഖുറൽ രാജിവെച്ച് ബിജെപിയിൽ ചേർന്നതോടെയാണ് തിരഞ്ഞെടുപ്പുണ്ടായത്. മോഹിന്ദർ ഭഗത് ആണ് എഎപിയുടെ സ്ഥാനാർത്ഥി. എഎപിയെ സംബന്ധിച്ച് ഇവിടെ അഭിമാന പോരാട്ടം തന്നെയായിരുന്നു. മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ നേരിട്ടാണ് ഇവിടെ പ്രചരണം നയിച്ചത്. അതേസമയം മധ്യപ്രദേശിലെ അമർവാര മണ്ഡലത്തിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ 78.71% പോളിംഗ് രേഖപ്പെടുത്തിയതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇവിടെ പോളിംഗ് 10% കുറഞ്ഞത്. തമിഴ്നാട്ടിലെ വിക്രവണ്ടി നിയമസഭാ മണ്ഡലത്തിൽ വേഗത്തിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇവിടെ 82.48% വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സാക്ഷ്യം വഹിക്കുന്ന ആദ്യത്തെ ഉപതിരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നാം നോക്കിക്കാണുന്നത്.